ഹലോ, ഞാൻ സന്തോഷ് VTK അഗ്രോ ഇൻസ്പയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സലാഡ് കുക്കുംബറിനെ പറ്റിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്രോ ബാഗിലാണ് സലാഡ് കുക്കുംബർ കൃഷി ചെയ്തിട്ടുള്ളത്. പ്രതീക്ഷിക്കാത്ത വിളവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞത്. വിത്ത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക. അതിനുശേഷം അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സലാഡ് കുക്കുംബറിനെ പറ്റി ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ വേവിക്കാതെ കഴിക്കാവുന്ന ചുരുക്കം ചില പച്ചക്കറികളിൽ ഒന്നാണ് സലാഡ് കുക്കുംബർ. ഈ കൃഷി ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറി ഇനമാണ് സലാഡ് കുക്കുംബർ. ഈ വീഡിയോയിൽ വിത്ത് മുതൽ വിളവെടുക്കുന്നവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വിത്ത് മുളച്ച് 40-45 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാമെന്നതാണ് സലാഡ് കുക്കുംബറിന്റെ വലിയൊരു പ്രത്യേകത. ഇതിന്റെ വിത്തുകൾ എല്ലാ നഴ്സറികളിലും ലഭ്യവുമാണ്. ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമുക്കിതിന്റെ വിത്തുകൾ പല രീതിയിൽ കൃഷി ചെയ്തു വിളവെടുക്കാവുന്നതാണ്. ഒന്നാമതായി ഗ്രോ ബാഗിലോ അടുക്കളത്തോട്ടത്തിലോ നടാവുന്നതാണ്. വീട്ടുപറമ്പിൽ നടുമ്പോൾ തടങ്ങളാക്കിയോ ചാലുകീറിയോ നടാവുന്നതാണ്. മണ്ണിൽ പടർത്തുന്നതിനേക്കാൾ വേലിപ്പന്തലുണ്ടാക്കി അതിൽ പടർത്തി കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ തൈകൾ പല രീതിയിൽ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഒന്നാമതായി സീഡ് ട്രേയിലോ ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസിലോ വിത്ത് പാകി മുളപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ തടത്തിലോ നേരിട്ട് വിത്ത് പാകിയും തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. സീഡ് ട്രേകളിൽ നടുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. ജലദൗർബല്യമുള്ള ഈ കാലത്ത് ഗ്രോ ബാഗ് കൃഷി തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഗ്രോ ബാഗ് കൃഷിക്ക് അധിക ജലം ആവശ്യമില്ല. എന്നാൽ ഈ വേനൽക്കാലത്ത് പറമ്പുകളിലെ തടങ്ങളിലോ ചാലുകളിലോ തൈകൾ നടുമ്പോൾ കൂടുതൽ ജലം ആവശ്യമായി വരും. ഇതാണ് ഞാൻ വാങ്ങിയ ഹൈബ്രിഡ് വിത്ത്. വിത്തുകൾ സൂഡോമോണസ് ലായനിയിലോ വെള്ളത്തിലോ കുറച്ചു സമയം കുതിർത്ത് വെച്ച് നടുന്നതാണ് നല്ലത്. എന്നാൽ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വിത്തുകൾ നേരിട്ട് ഗ്രോ ബാഗിലേക്ക് പാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നേരിട്ട് പാകുമ്പോൾ എല്ലാ വിത്തുകളും മുളക്കണമെന്നുമില്ല. അതിനാൽ ഞാൻ 2-3 വിത്തുകൾ അധികമായി പാകുന്നു. എല്ലാ വിത്തുകളും മുളക്കുകയാണെങ്കിൽ 2-3 ചെടികൾ മാത്രം നിലനിർത്തിയാൽ മതി. ഇങ്ങനെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചതിന് ശേഷം മേൽഭാഗത്തുള്ള മണ്ണിൽ കല്ലുകളോ മൺകട്ടകളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിനു ശേഷം മണ്ണ് ഒന്ന് നിരപ്പാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ കുഴികൾ എടുത്ത് വിത്തുകൾ കുഴികളിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അതിനുശേഷം വിത്തിന് മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. വിത്ത് അധികം ആഴത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന ശക്തിയിൽ വിത്തുകൾ മണ്ണിന്റെ മുകൾ ഭാഗത്തായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നല്ല വെയിലുണ്ടെങ്കിലേ നല്ലതുപോലെ വിളവുണ്ടാവും. അതിനാൽ ഗ്രോ ബാഗ് ഒക്കെ വെയിലത്താണല്ലോ വെക്കേണ്ടി വരുന്നത്. അതിനു പകരമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രോ ബാഗ് തണലത്ത് വെച്ച് വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ തൈ പറിച്ചു നട്ട് ഒന്ന് വേര് പിടിച്ചതിന് ശേഷമോ ഗ്രോ ബാഗ് യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചാൽ മതിയാകും. ഇങ്ങനെ തണലത്ത് കൊണ്ടുപോയി ഗ്രോ ബാഗ് വെക്കുന്നില്ലെങ്കിൽ വിത്ത് നട്ടതിന് ശേഷം നന്നായി നനച്ച് പഴയ ചാക്കോ വേറെന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഉപയോഗിച്ചോ ഗ്രോ ബാഗിലേക്ക് മണ്ണ് കവർ ചെയ്യുക. വിത്ത് 2 ദിവസത്തിനുള്ളിൽ മുളച്ചു വരും. അപ്പോഴേക്കും മൂടിയ ചാക്കുകൾ മാറ്റിയാൽ മതി. ഇനി ഞാൻ ഗ്രോ ബാഗിൽ നിറക്കാനുള്ള നടിയിൽ മിശ്രിതം എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം. ആദ്യമായി ഗ്രോ ബാഗിലേക്ക് ആവശ്യമായ മണ്ണ് ശേഖരിച്ചു വെച്ചു. അതിനുശേഷം പൂഴിയരിക്കുന്ന നെറ്റിനേക്കാൾ കുറച്ചു വലിയ നെറ്റ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും വാങ്ങി ഒരു മരത്തിന്റെ ഫ്രെയിം ഉണ്ടാക്കി ഒരു മണ്ണരിക്കുന്ന അരിപ്പ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം മണ്ണ് മുഴുവനായി അരിച്ച് കല്ലുകളൊക്കെ ഒഴിവാക്കി നല്ല തണലുള്ള സ്ഥലത്തേക്ക് മണ്ണ് മാറ്റി. മണ്ണിന് അല്പം ഈർപ്പം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം മണ്ണിലേക്ക് 2 കൂട്ട മണ്ണിന് 1 കൂട്ട പൂഴി എന്ന കണക്കിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി മണ്ണും പൂഴിയുമായി യോജിപ്പിച്ചു. പിന്നീട് ഒരു ഗ്രോ ബാഗിന് 1/4 ചട്ടി കുമ്മായം എന്ന കണക്കിൽ 13 ഗ്രോ ബാഗിനുള്ള കുമ്മായം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ മിശ്രിതം ഒരു കൂന പോലെയാക്കി പഴയ ചാക്കിനെ കൊണ്ട് കവർ ചെയ്ത് 15 ദിവസം അങ്ങനെ തന്നെ അനങ്ങാതെ വെച്ചു. ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിന്റെ അസിഡിറ്റി മാറുകയും മണ്ണിന്റെ pH ലെവൽ നോർമൽ ആവുകയും ചെടികൾ വേഗത്തിൽ ആരോഗ്യത്തോടെ വളരാനുള്ള സാഹചര്യം മണ്ണിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. 15 ദിവസത്തിന് ശേഷം ഈ മണ്ണിലേക്ക് മണൽ ചേർത്ത അത്ര തന്നെ ചാണകപ്പൊടിയും പിന്നെ ഒരു ഗ്രോ ബാഗിന് 1/2 ചിരട്ട എന്ന നിരക്കിൽ എല്ലുപൊടിയും ഒരു ഗ്രോ ബാഗിന് 1 ചിരട്ട എന്ന നിരക്കിൽ മണിര കമ്പോസ്റ്റും പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 15 ദിവസം കൂടി വെക്കുക. ഇങ്ങനെ 15 ദിവസം മിശ്രിതം വെച്ചാൽ മണ്ണും വളവും നല്ലതുപോലെ യോജിച്ച് ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് 15 ദിവസം വെക്കാൻ സമയമില്ലെങ്കിൽ മിശ്രിതം നേരെ ഗ്രോ ബാഗിലേക്ക് നിറച്ച് വിത്ത് നടാവുന്നതാണ്. ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറക്കുമ്പോൾ ഗ്രോ ബാഗിന്റെ പകുതി മാത്രം നിറച്ചാൽ മതി. 2 വളപ്രയോഗം കഴിയുമ്പോഴേക്കും ഗ്രോ ബാഗിന്റെ ഏകദേശം 3/4 ഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വിത്ത് നട്ട് 2 ദിവസമായി. എല്ലാ വിത്തുകളും മുളച്ചു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ നനച്ചു കൊടുക്കാം.
ഇപ്പോൾ 8 ദിവസമായി. മുളക്കുമ്പോഴുള്ള രണ്ടിലകൾക്ക് നടുവിൽ കക്കിരിയുടെ ശരിയായ ഇല വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുള്ള സ്ഥലമായതിനാൽ ഞാൻ ചെടിയുടെ ചുവട്ടിൽ കരിയിലകളെ കൊണ്ട് പുതിയിടാൻ പോവുകയാണ്. അതിനുവേണ്ടി കുറച്ച് കരിയിലകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ കരിയിലകൾ കത്രിക ഉപയോഗിച്ച് ചെറുതായി നുറുക്കി എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ ചെടികളുടെ ചുവട്ടിൽ കരിയിലകൾ നല്ലതുപോലെ ഒതുങ്ങി നിൽക്കുന്നതാണ്. പിന്നെ കരിയില കൊണ്ട് പുതിയിട്ടാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിലെ ജലാംശം ബാഷ്പീകരിക്കുന്നത് തടയുന്നതോടൊപ്പം മണ്ണിലൊരു പ്രത്യേക ജൈവ വ്യവസ്ഥ സൃഷ്ടിക്കുകയും അതിനാൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ വർദ്ധിക്കുകയും മണ്ണിന് നല്ല ഫലപുഷ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. വേരുകൾ നല്ല രീതിയിൽ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യുന്നു. ഞാൻ പുതിയിടുന്നതിന് മുൻപേ ഒരു പരീക്ഷണം എന്ന നിലയിൽ മണ്ണിന്റെ മുകളിലായി ഒരു ലെയർ പോലെ മണിര കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട്. ആദ്യം ചെടി കരിഞ്ഞു പോകും എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു ഡബിൾ പുതിയിടൽ പോലെ അത് മണ്ണിനെ സംരക്ഷിക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്തു. പുതിയിടൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇപ്പോൾ 9 ദിവസമായി. മൂന്നാമത്തെ ഇലയും വലുതായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ പ്രതിരോധം എന്ന നിലക്ക് നഴ്സറികളിൽ കിട്ടുന്ന വേപ്പിൻ കീടനാശിനി ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് വെള്ളത്തിൽ നല്ലതുപോലെ നേർപ്പിച്ച് സ്പ്രേയർ ഉപയോഗിച്ച് ചെടികളുടെ അടിഭാഗത്തും ഇലകളുടെ മുകൾ ഭാഗത്തും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറെ രോഗവാഹകരായ പ്രാണികളിൽ നിന്നും ഈച്ചകളിൽ നിന്നും ചെടിക്ക് സംരക്ഷണം കിട്ടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രോഗബാധ ഉണ്ടാവുകയാണെങ്കിൽ അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിക്കുകയും കൃഷി ഓഫീസറുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് കണ്ടോ, എന്ത് രസമാണല്ലേ? ജലകണികകൾ കൊണ്ട് ഇലകളെ അലങ്കരിച്ചിരിക്കുന്ന പ്രകൃതി. ഇതുപോലെ ചെടി വളരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ 16 ദിവസമായി. ചെറുതായി വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്നാണ് ചെടിയുടെ വളർച്ച ഉണ്ടാവുക. അതുകൊണ്ട് ഒരു വളപ്രയോഗം ഇപ്പോൾ ആവശ്യവുമാണ്. 7 ദിവസം കൂടുമ്പോൾ ജൈവ സ്ലറി നേർപ്പിച്ച് ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുക്കുന്നത് പറയാൻ മറന്നുപോയി. ജൈവ സ്ലറി പല രീതിയിൽ ഉണ്ടാക്കാം. പച്ചച്ചാണകം ഉപയോഗിച്ചും അല്ലാതെയും സ്ലറി ഉണ്ടാക്കാം. പച്ചച്ചാണകം കിട്ടുന്നില്ലെങ്കിൽ കടലപ്പിണ്ണാക്ക്, എല്ലിൻപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ എടുത്ത് വെള്ളത്തിൽ 3 തരത്തിൽ ഇട്ടതിന് ശേഷം നല്ലതുപോലെ അടച്ചു വെക്കുക. എന്നിട്ട് ദിവസേന നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിന്റെ തെളി ശേഖരിച്ച് 1 ലിറ്ററിന് 10 ലിറ്റർ എന്ന കണക്കിന് വെള്ളമെടുത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വളമിട്ട് കൊടുക്കാം. അതിന് ആദ്യമായി പുതിയിട്ട കരികളൊന്ന് മാറ്റാം. ഈ വളം തയ്യാറാക്കിയിരിക്കുന്നത് കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, മണ്ണിര കമ്പോസ്റ്റ്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് ചാരം എന്നിവ കൊണ്ടാണ്. ഇതും ഒരു പരീക്ഷണം എന്ന നിലയിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ വളമാണ്. 10 ദിവസം മുന്നേ ഇത് തയ്യാറാക്കിയിരുന്നു. ആദ്യമായി കടലപ്പിണ്ണാക്ക് പൊടിച്ചു, ബാക്കിയുള്ള വളവുമായി മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കിയത്.
ഇപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും വളം നൽകിയിട്ടുണ്ട്. ഇനി ഈ വളം മണ്ണുപയോഗിച്ചൊന്ന് മൂടി കൊടുക്കാം. ഏകദേശം 1 ഇഞ്ച് കനത്തിൽ മണ്ണിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ആവശ്യമായ മണ്ണ് എടുത്തിട്ടുള്ളത് നേരത്തെ ഗ്രോ ബാഗിൽ നിറക്കാൻ തയ്യാറാക്കിയ മണ്ണിൽ നിന്നുമാണ്. നല്ല രീതിയിൽ തൈകൾ വളർന്നു വന്നിട്ടുണ്ട്. കക്കിരി തൈകൾക്ക് പ്രൂണിംഗ് ആവശ്യമാണ്. നല്ല രീതിയിൽ പെൺപൂവ് ഉണ്ടാകാൻ പ്രൂണിംഗ് സഹായിക്കും. ഇതിനു പക്ഷേ യഥാസമയത്ത് പ്രൂണിംഗ് ചെയ്യാൻ ഞാൻ സ്ഥലത്തില്ലാത്തത് കാരണം സാധിച്ചില്ല. കുറച്ച് നല്ല രീതിയിൽ വളർന്നു വന്നതിന് ശേഷമാണ് പ്രൂൺ ചെയ്യാൻ കഴിഞ്ഞത്. ചെടിക്ക് ക്ഷതം സംഭവിക്കുമോ എന്ന ഒരു പേടിയുണ്ടായിരുന്നു. കുറച്ച് പ്രോബ്ലം ഉണ്ടായെങ്കിലും അധികം പ്രശ്നം ഉണ്ടായില്ല. പ്രൂണിംഗ് എങ്ങനെയാണെന്ന് ചെറുതായി വിശദീകരിക്കാം. ചെടികൾ വളർന്നു തുടങ്ങുമ്പോൾ പ്രധാന ശാഖക്കൊപ്പം ഉപശാഖകളും വളർന്നു തുടങ്ങും. സാധാരണഗതിയിൽ 2 മുതൽ 4 വരെ ശാഖകൾ ഉണ്ടാകും. ഈ ശാഖകളൊക്കെ മുളയിലെ നുള്ളിക്കളയണം. 10 ഇഞ്ച് മുകളിലുള്ള ശാഖകൾ നിലനിർത്തിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാന ശാഖ കൂടുതൽ കരുത്തു വരികയും കൂടുതൽ പെൺപൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പ്രൂണിംഗ് നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ആൺപൂക്കൾ. ആദ്യം ചെടികളിൽ ആൺപൂക്കളാണ് ഉണ്ടാവുക. ഇത് കുറച്ചു കഴിയുമ്പോൾ താനെ കൊഴിഞ്ഞു പോകും. പിന്നീടാണ് പെൺപൂക്കൾ ഉണ്ടാവുക. അതിന് പൂവിന്റെ കൂടെ ചെറിയ കായയും ഉണ്ടാവും. ഈ കായ വലുതായിട്ടാണ് കുക്കുംബർ ഉണ്ടാകുന്നത്. പെൺപൂക്കൾ ഉണ്ടായാൽ കായീച്ചയുടെ ആക്രമണവും ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കാൻ ഇതുപോലുള്ള മഞ്ഞക്കിന് സ്ഥാപിക്കുന്നത് നല്ലതാണ്. പെൺപൂക്കൾ ഉണ്ടായാൽ കുറച്ചു ദിവസം കൊണ്ട് തന്നെ കായകൾ വലുതാവും. എനിക്ക് പാതി വലുതായ കക്കരിയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും കായകളൊക്കെ ഏകദേശം വലുതായി കഴിഞ്ഞിരുന്നു. ഉണ്ടായ പെൺപൂക്കൾ എല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതെ കായ ആയി മാറിയിട്ടുണ്ട്. വള്ളികൾ പടർന്നു തുടങ്ങിയാൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെയിലത്ത് ഗ്രോ ബാഗിലുള്ള മണ്ണ് ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. മിനിമം ഒരു 5 ബാഗിൽ കൃഷി ചെയ്താൽ മതി. ചെടിക്ക് പൂവിടുമ്പോൾ തന്നെ വേറെ 5 ബാഗിൽ കൂടി ചെടി നട്ട് വളർത്തുകയാണെങ്കിൽ ആദ്യത്തെ കൃഷി കഴിയുമ്പോഴേക്കും പിന്നീട് നട്ടതിൽ കായ ഉണ്ടായി തുടങ്ങുകയും എല്ലാ സമയത്തും നമ്മുടെ വീട്ടിൽ സലാഡ് കുക്കുംബർ ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും നല്ലതുപോലെ സലാഡ് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്.
നമുക്ക് കത്രി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഓരോ കുക്കുംബറും നല്ല വെയിറ്റ് ഉണ്ട്. സാമാന്യത്തിൽ കൂടുതൽ വലിപ്പമുള്ളതാണ് എല്ലാ കുക്കുംബറും. ഇങ്ങനെ വിളവ് കിട്ടുമ്പോഴാണ് മനസ്സിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അത് കൃഷി ചെയ്യുന്നവർക്കേ മനസ്സിലാകൂ. നിങ്ങൾ ഒരു കൃഷിയും ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ സലാഡ് കുക്കുംബർ കൃഷി. മായമില്ലാത്ത വിഷരഹിതമായ പച്ചക്കറികൾ നിങ്ങൾക്കും സ്വന്തമാവട്ടെ. എടുത്തത് കഴിഞ്ഞ വർഷമാണ്. നല്ല വേനൽ മഴ കിട്ടിയിരുന്ന സമയമായിരുന്നു അത്. അതാണ് കോൺക്രീറ്റ് ഒക്കെ നനഞ്ഞു കാണുന്നത്. എല്ലാവർക്കും കൃഷി ചെയ്ത് വരുമ്പോൾ പുതിയ രീതികൾ പരീക്ഷിക്കാൻ തോന്നും. അങ്ങനെ പരീക്ഷിച്ച് കൃഷിയിൽ പുത്തൻ ആശയങ്ങൾ കൊണ്ടുവരികയും പുതിയ ആളുകൾക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്യുക. എന്തായാലും
എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ സലാഡ് കുക്കുംബർ വിളവെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിൽ കക്കിരി എന്നാണ് പറയുക. പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 11 ഗ്രോ ബാഗാണ് നട്ടിട്ടുള്ളത്. ഇത് ആദ്യത്തെ വിളവെടുപ്പാണ്. പിന്നെ നല്ലതുപോലെ കക്കിരി ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ചെറിയ ചെറിയ കായ്കൾ ഇനിയും ഉണ്ടാവുന്നുണ്ട്. 2-3 പ്രാവശ്യം നമുക്കിത് വിളവെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഓരോ കായ്കളും നല്ല രീതിയിൽ നല്ല വലുപ്പമുണ്ട്. എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് കുറച്ച് മൂപ്പത്തേതാണ്. ഇത് ആദ്യമായിട്ടുണ്ടായ കായാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.